ഇക്ക ഐസൊക്കെ വാങ്ങിങ്ങളെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ് നൈറ്റ് വ്ളോഗൊക്കെ ആയിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ റെഡിമെയ്ഡ് പിസ്സ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ നെസ്റ്റോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങിക്കുന്നത്. എന്താ ടേസ്റ്റും കാര്യമൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ഓവനിലല്ല വേവിച്ചെടുക്കുന്നത്, ഇതുപോലൊരു പ്രൈം പാനിലൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. പക്ഷേ എനിക്കിതിൻ്റെ ടേസ്റ്റ് കുഴപ്പമില്ലാത്തതായിട്ട് തോന്നിയിട്ടുണ്ട്. ഓവനൊക്കെ പെട്ടെന്ന് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ബേക്ക് ചെയ്തുകൊണ്ട് തന്നെ മാക്സിമം ലോ ഫ്ലെയിമിലായിട്ടും ജസ്റ്റ് അടിയൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും സംഭവം ടേസ്റ്റ് കുഴപ്പമില്ല. ആ ഒരു റേറ്റിനൊക്കെ അടിപൊളിയാണ്. 120-130 റേറ്റാണ് വരുന്നത്. പിസ്സ കഴിച്ചോളൂ. എങ്ങനെയുണ്ട് പൊളിയാ? അത് 3 ദിവസം ഗ്യാരണ്ടി ഉണ്ടാവുള്ളൂ. ഇവിടെ പണി അപ്പൊ നമ്മൾ ഇന്നൊരു ഫോട്ടോഷൂട്ടിന് വന്നാലേക്ക. അപ്പൊ അസുട്ടിന്റെ സുന്നത്തൊക്കെ കഴിഞ്ഞ് ലുക്കിലൊരു ഫോട്ടോ കൊടുക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളിത് ഫാമിലി ആയിട്ട് വന്നതാണ്. സൺഡേ അല്ലേ, നൈറ്റ് റൈഡിങ്ങിനൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചു വന്നു. അപ്പോൾ അസുട്ടിന് ഇതാ പപ്പത് സുന്ദരനാക്കി കൊടുക്കുന്നുണ്ട് ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ടില്ലേ. അസുഖ സുന്ദരനായി പൊളിയേട്ടോ. അപ്പം നമ്മളിതാ ഫുൾ ഫോട്ടോ എടുക്കാനും ഹസുവിൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ സ്റ്റുഡിയോയിൽ വന്നതാണ്. അപ്പോൾ സൺഡേ നമ്മൾ നൈറ്റ് റൈഡിങ്ങിന് സാധാരണ ഇറങ്ങുന്നതല്ല, അതുപോലെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഹസുട്ടിൻ്റെ ഫോട്ടോ എടുക്കണം, നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോകുന്ന വിചാരിച്ചു ലേക്കാ. ഇന്ന് എന്താ പരിപാടി? ഫുഡൊക്കെ കഴിക്കണ്ടേ പുറത്തുനിന്ന്? അപ്പം നമ്മൾ ഹസ്ബൻഡ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം അപ്പോൾ ഹസുവിൻ്റെ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം കേട്ടോ. കാരണം ആൾ ഭയങ്കര മടിയാണ് ഫോട്ടോസിന് നിന്നരും. എങ്ങനെയെങ്കിലും പോസിങ് ആയിട്ടാണ് എനിക്കൊക്കെ സാധാരണ നിന്നരാറ് കേട്ടോ. എന്താ അറിയില്ല, ഇവിടെ നല്ല രീതിയിൽ അവർക്ക് നിന്ന് കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മൾ മെയിനായിട്ട് സ്റ്റുഡിയോയിൽ പോയി എടുക്കാൻ കാരണം. നമുക്ക് എത്ര പറഞ്ഞാലും നല്ല രീതിയിൽ ആൾ നിന്ന് തരൂല. അപ്പോൾ സ്റ്റുഡിയോയിലാകുമ്പോൾ ആൾ പറയുന്ന ലെവലിൽ നിൽക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഹസ്ബൻഡ് പുതിയ നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ ഇനി കേട് വരും, ഇതാകുന്നതിന് മുന്നേ നമുക്ക് നല്ലൊരു പിക്കൊക്കെ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് സ്റ്റുഡിയോയിൽ വന്നാണ്. നമ്മൾ ആൽബം അല്ലെങ്കിൽ ഇതൊന്നും ആക്കുന്നത്, ഫ്രെയിമൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഫോണിലേക്ക് ഡോക്യുമെൻ്റ് ആക്കി അയക്കാന്നുള്ള ലെവലിലാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ എന്തായിട്ടും പോയിട്ട് കാണണം കേട്ടോ. കാരണം നിങ്ങൾക്കൊരു വീട്ടിലിരുന്ന് വരുമാനം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോസാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കൊടുക്കുക, എന്തായാലും നിങ്ങൾ താഴെ പോയിട്ട് കാണുക. വീട്ടിലിരുന്ന് 1 രൂപ പോലും വരുമാനം ഇല്ലാതെ ഒരു സ്വന്തമായിട്ടൊരു ബോട്ടിക്ക്, ഓൺലൈൻ ബോട്ടിക്ക് തുടങ്ങാമെന്നാണ് ഞാൻ പറയുന്നത്. അത് നമ്മളെ സ്റ്റോറിലുള്ള നമ്മളെ ഐറ്റംസ് നിങ്ങൾക്ക് സെയിലിങ്ങിന് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ അതിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വേണമെങ്കിൽ കോൾ ചെയ്യുക, എനിക്ക് മെസ്സേജ് ചെയ്യുക. ഞാൻ ഒരുപാട് ആൾക്കാർ ഇന്നലെ
അതിൽ ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അസുട്ടി ഇതാ നല്ല രീതിയിലൊക്കെ നിന്നെടുത്ത് നല്ല ഫോട്ടോസൊക്കെ ഉണ്ട്. അതിൻ്റെ ഫൈനൽ ഫോട്ടോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യാം കേട്ടോ. എന്താ വേണ്ട അസുനി? പിസയോ? അസുനിക്ക് എന്താ വേറെ ഒരു മീൻ കൊടുക്കും അപ്പൊ നല്ല രീതിയിൽ. ഹസുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിസ്സ. ഹസുവിന് മാത്രമല്ല ഞങ്ങൾക്ക് 3 പേർക്കും പിസ്സ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം കോഫി ഷോപ്പിലൊക്കെ പോയാൽ പിസ്സയും അതുപോലെ കോഫിയൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്യാറ് കേട്ടോ. നമ്മൾ സ്ഥിരം സൺഡേ എല്ലാ സൺഡേ നമ്മൾ ഇതുവരെയുള്ള സൺഡേ നമ്മൾ പുറത്ത് പോകാറുണ്ട്. കാരണം ഹസുവിന് നമ്മളെ ഫാമിലി ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകണം, ആ ഒരു ദിവസമെങ്കിലും പുറത്തൊക്കെ പോകണം എന്നുള്ള ഇക്കാൻ്റെ ഒരു ഇതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചില്ലെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മളൊന്ന് അരീക്കോടും നമ്മൾ ടൗണിലൊക്കെ ഒന്ന് കറങ്ങി വരാറാണ് സാധാരണ കേട്ടോ. നൈറ്റിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ടൗണിലേക്ക് പോകാറുണ്ട്. അത് ഹസുവിനൊരു സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടേക്ക്. ഹസു എപ്പോഴും പറയും നമുക്ക് സൺഡേ എൻ്റെയും പപ്പായുടെ ദിവസമാണെന്ന് പറയും. അവർ ഭയങ്കര ആ ഒരു ദിവസം ഭയങ്കര എൻജോയ് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ദിവസം അവന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് കളറാക്കാൻ വേണ്ടി മാക്സിമം നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പിസ്സയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലിൽ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എല്ലാ കലാപരിപാടി കഴിഞ്ഞതിൻ്റെ ഷസുമോൻ ഇതാ നമ്മൾ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ക്രോക്സ് നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിലേറെ നല്ലൊരു അടിപൊളി കളക്ഷൻ ഒക്കെ നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു ഫൈനൽ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ പോകാൻ നേരത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കോട്ടൊക്കെ എടുത്തിട്ട് ഇതാ പോവാണ്. അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ആഗ്രഹം മഴയത്ത് ഐസൊക്കെ വാങ്ങി കഴിക്കണമെന്ന്. അപ്പോൾ ഇത് ഇക്ക ഞങ്ങളവിടെ സൈഡാക്കിയിട്ട് ഐസ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകണ്ട. അത് ഈ മഴയത്ത് ഐസ് കഴിച്ചിട്ട് വൈബടിച്ച് പോകണമെന്നാണ് ഇക്ക പറയുന്നത്. അപ്പം എന്നാൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഹസ്മോനും ഇതാ ഏതോ ഒരു ഫ്ലേവറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവന് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. മഴയത്ത് ഐസൊക്കെ കഴിച്ച് ഇങ്ങനെ വൈബടിച്ച് പോകാൻ ഭയങ്കര രസമായിരിക്കില്ലേ. അപ്പോൾ എന്തായാലും ഇക്കതാ ഐസൊക്കെ വാങ്ങിച്ച് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയത്. ഞങ്ങൾ ഐസൊക്കെ വാങ്ങിയങ്ങളെ
അസുട്ടിക്ക് ഏതാ? അപ്പൊ മഴ അപ്പോൾ ഞങ്ങൾ ഐസൊക്കെ വാങ്ങിച്ചിട്ട് മഴയത്ത് ബൈക്ക് ഓടിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ലോലി ഇങ്ങനെ പോയി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മഴയിൽ വൈബ് ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്കും, അതുപോലെ തന്നെ ഇക്കാക്കും. എപ്പോഴും എന്നോട് പറയും മഴ ഉണ്ടാകുന്ന ടൈമിൽ നമുക്കൊരു റൈഡ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നല്ല മഴ പെയ്യുന്ന ടൈം എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. നടക്കുമോ എന്തോന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതാ ഹസ്മോൻ ഇതാ ഞങ്ങൾ ഐസൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. മഴത്ത് നല്ല വൈബല്ലേ യാത്ര ചെയ്യുന്ന, അതും പ്രത്യേകിച്ച് ബൈക്ക് യാത്രയാണ് പൊള്ളിയായിരിക്കും കേട്ടോ. നമ്മൾ കാറിലൊക്കെ പോകുന്നതായിട്ട് അത് ഐസൊക്കെ തിന്നതാ നമ്മളിങ്ങനെ ഓടിച്ച് പോണിക്കും, അതുപോലെ ഐസ് ഇങ്ങനെ കഴിക്കുന്നുണ്ട്, ഒരു വണ്ടി കൊണ്ട് വണ്ടി ഓടിക്കുന്നുണ്ട്, അങ്ങനെയുണ്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇതാ ഈ 9 മണിയായപ്പോഴാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഹസുട്ടിക്ക് വാങ്ങിച്ചതാ ഈ ഒരു ചെരുപ്പാണ്. ഇതിലേറെ ഭംഗിയില്ലാത്ത നമ്മളന്ന് ക്രോക്സിൻ്റെ അവിടെ വാങ്ങി നോക്കിയിരുന്നത്. എനിക്ക് പാറ്റേൺ ഇഷ്ടമായില്ല, 3000 വരുന്നത് ഇതുപോലത്തെ. അപ്പോൾ ഈ റെഫ്യൂസിന് ഇപ്പോൾ ഇത് മതിയായിരിച്ചു. ഇത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ. അപ്പം ഹസുട്ടിക്ക് ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ വള്ളി വരുന്ന ടൈപ്പിലൊക്കെ ഒരു ഭംഗിയുള്ളതില്ല, ഒരു പഴയൊരു ലുക്ക്, പൈലേറെ ലുക്ക് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ ഈ ഹസുട്ടിക്ക് ഇതാണ് എടുത്തത്. പിന്നെ മഴയല്ലേ, അപ്പോൾ റഫ് യൂസ് ചെയ്യാൻ നമുക്ക് ബെറ്റർ ഇത് തന്നെയാണ്. അപ്പം നമ്മളിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതാ വന്നിട്ടുണ്ട്. പിന്നത്തെ നമ്മൾ ഓൺലൈൻ ബോട്ടിക്കിൽ ഇതാ ഒരുപാട് ഈദ് കളക്ഷൻ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പാർട്ടി വെയർ ഐറ്റംസ് വന്നിട്ടുണ്ട്. 1550, 1600 ആ ഒരു റേഞ്ചിലൊക്കെ അടിപൊളി ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഷോപ്പിലൊന്നും കിട്ടാത്ത റേറ്റിനാണ് നമ്മൾ ഓൺലൈൻ സ്റ്റോറിൽ നമ്മൾ കൊടുക്കാറ്. അപ്പോൾ ഒരുപാട് നല്ല വെറൈറ്റി കളേഴ്സും പാർട്ടി വെയർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കുകൾ, വേണ്ടവർ പെട്ടെന്ന് ഓർഡർ തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ വേണമെങ്കിൽ എനിക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ടാക്കി എനിക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ, ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൻ്റെ നെയിമും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല പാർട്ടി വെയർ വന്നിട്ടുണ്ട്. XXLൊക്കെ പല സെറ്റും അവൈലബിൾ ആണ്. എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ്. അധികം നമ്മൾ സ്റ്റോറിലുള്ളത് ജോർജറ്റ് മെറ്റീരിയൽ, ഷിഫോൺ മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയലാണ് കൂടുതൽ നമ്മൾ ക്വാണ്ടിറ്റി ഉള്ളത്. പിന്നെ ആലിയ കട്ടിൽ വരുന്ന നമ്മൾ ഷോളും ഫുൾ ഗൗണും വരുന്നത് 1100 ആ ഒരു റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല പാകിസ്ഥാനി ടൈപ്പുകളുണ്ട്. ജോർജറ്റിൽ വരുന്ന പാകിസ്ഥാനിയാണ് ഈ കാണിക്കുന്നതൊക്കെ. ഇതൊക്കെ നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റാണ് കൊടുക്കുന്നത്. അപ്പം എല്ലാവരും മാക്സിമം ഇത് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മീൻസ് ഓർഡർ നിങ്ങൾക്ക് ഇത് പർച്ചേസിങ് നമ്മൾ സ്റ്റോറിലൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. അത്രയും നല്ല കിടിലൻ കളക്ഷനാണ് നമ്മൾ സ്റ്റോറിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം മാക്സിമം നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതാണ് കുറേ നാളായിട്ട് എൻ്റെ ബിസിനസ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അല്ലേ.